മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഞാനിന്ന് ലീവ് എടുക്കാം. കുറച്ച് സമയം വിദ്യയുടെ അടുത്തിരിക്കണം. പിന്നെ മുത്തശ്ശിയും കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരാം. ശരി മോളെ. ലീവ് എടുക്കുന്നതിന് ഓഫീസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മാസത്തിൽ ഒരു ലീവ് ഉള്ളതാ. ശരി മോളെ. ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താച്ചാ? വിദ്യ ഗുളിക മാറിക്കഴിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ കഴിച്ചതാണോന്ന് ഒരു സംശയമുണ്ടെന്ന്. മനോജിനോടും ധന്യയോടൊന്നും ഡോക്ടർ ആ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് പരിചയത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു സംശയം തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ആ കാര്യം വിദ്യയോട് സംസാരിച്ച് നോക്കണമെന്നും പറഞ്ഞു. അത് ഞാൻ സംസാരിക്കുന്നതിൽ നല്ലത് മോള് സംസാരിക്കുന്നതാ. നിങ്ങൾ തമ്മിൽ കൂട്ടുകാരെ പോലെ ആയതുകൊണ്ട് വിദ്യ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് എന്തായാലും നമുക്ക് പരിഹരിക്കാമെന്ന് പറയണം. മോൾ അതെന്നെ അറിയിക്കുകയും വേണം. വിദ്യയുടെ കാര്യം അച്ഛനോട് പറഞ്ഞാലോ? ആരോടും പറയില്ലെന്ന് വിദ്യക്ക് വാക്കുകൊടുത്ത സ്ഥിതിക്ക് അനുവാദമില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? മോൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, വിദ്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഞാൻ ആലോചിച്ചതാ. എന്തെങ്കിലും കുഴപ്പമുള്ളതായി വിദ്യ മോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മോൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇനി വിദ്യയ്ക്ക് ആരോടെങ്കിലും അടുപ്പമോ അഫെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവർക്കിടയിലുണ്ടായ എന്തെങ്കിലും ഇഷ്യൂസിന്റെ പേരിലാണോ ഇങ്ങനൊരു അബദ്ധം കാണിച്ചത്? ഇല്ല ചാ, അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെല്ലുമ്പോൾ സംസാരിക്കാം. ഇന്നലെ രാത്രി പെട്ടെന്ന് അങ്ങനെ ഫോൺ വന്നപ്പോഴും ഇതൊക്കെ കേട്ടപ്പോഴും ആകെ ഒരു വല്ലായ്മ. അതാ ഒന്ന് നേരിൽ കാണാൻ തീരുമാനിച്ചത്. മോൾ പോയിട്ട് വാ. ശരി അച്ഛാ. പിന്നെ അവിടെ എത്തുമ്പോൾ മോൾ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ മോളെ വന്ന് കൂട്ടിക്കോളാം. ശരി. അല്ല, അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. ഇൻസ്പെക്ഷന് ചിലപ്പോൾ ആൾക്കാർ വരും കേട്ടോ. ഞാൻ വിളിക്കാം. മീരമോളെ വാ വാ മോളെ, ഇരിക്കേ. വിദ്യ എവിടെ? മുറിയിലുണ്ട്. ഇന്നലെ ഫോൺ വന്ന കാര്യം അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. ഞങ്ങളും ശരിക്കും പേടിച്ചുപോയി മോളെ. ഇവൾ എന്ത് സ്വപ്നം കണ്ടാണാവോ ഈ നടക്കുന്നത്? തലവേദനയാണെന്ന് പറഞ്ഞ് BP-യുടെ ടാബ്ലറ്റ് ആരെങ്കിലും എടുത്ത് കഴിക്കോ? ഈശ്വരാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഞാനും വല്ല ടെൻഷനിലായിപ്പോയി. അതാ ആ സമയത്ത് ഹരിയോട് വരാൻ പറഞ്ഞത്. എനിക്ക് ഹോസ്പിറ്റലൊന്നും സംസാരിച്ച് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഹരിക്കാകുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ നല്ല പരിചയമുള്ളതല്ലേ. ഇന്നലെ ഹരി വന്നുകൊണ്ട് വലിയ സഹായമായി. അച്ഛൻ തിരിച്ചെത്തി വിദ്യക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നവരെ സമാധാനം ഇല്ലായിരുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ച് മനുഷ്യന്റെ സമാധാനവും കളഞ്ഞിട്ട് അവൾ മുറി കിടപ്പുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ല. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ പോയി മീരയ്ക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കുക. ശരി. വിദ്യ, എന്താ ഇത്?
അവരെല്ലാം പറയുന്നത് ഞാനും വിശ്വസിക്കണമെന്നാണോ വിദ്യ പറയാൻ പോകുന്നത്? ഈ മണ്ടത്തരം കാണിക്കാനാണോ ആരും ഒന്നും അറിയണ്ടെന്ന് എന്നോട് പറഞ്ഞത്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടുമായിരുന്നോ? വലിയ കഷ്ടായി പോയി വിദ്യ. സോറി മീര. ഒരു നിമിഷം എല്ലാം എന്റെ കൈവിട്ട് പോയി. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാതെ പോയി. അതാ ഞാൻ. വിദ്യ ജീവിതം അവസാനിപ്പിച്ച ആർക്കാ പ്രയോജനം? ആരോടൊന്നും പറയാതെ വിദ്യ ഈ ലോകത്തുനിന്ന് പോവും. അയാൾ വീണ്ടും പുതിയ കുട്ടികളോട് ഇതേ രീതി തുടർന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? അതെ. വിദ്യ പ്രതികരിച്ചിരുന്നെങ്കിലോ? മരിക്കുന്നതിനേക്കാളും നല്ലതായിരുന്നില്ലേ പൊരുതുന്നത്? അതുകൊണ്ട് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ലായിരുന്നോ? ഭഗവാൻ തന്ന ജീവിതം വെറുതെ നഷ്ടപ്പെടുത്തി മടങ്ങുന്നത് എത്ര വലിയ തെറ്റാന്നറിയോ? ഈ ലോകത്തിനു വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ വിദ്യക്ക് ചെയ്യാനുണ്ട്. ഇനി ഈ റിസർച്ചും ഡോക്ടറേറ്റും ഒന്നുമില്ലെങ്കിലും കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച അവര് നാളെ വലിയ കലാകാരന്മാരായി തീരില്ലെന്ന് ആര് കണ്ടു? മീര പറഞ്ഞത് എല്ലാം ശരിയാ. ചെയ്തത് തെറ്റായിരുന്നു എന്ന് വിദ്യക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മതി. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷേ അച്ഛനോട് ഡോക്ടർ സംശയിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അച്ഛനത് എന്നോട് ചോദിക്കാനും പറഞ്ഞു. ഇന്നലെ അറിഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഇതെല്ലാം വിദ്യ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാന്ന്. പക്ഷേ ആരോടും പറയില്ല എന്ന് ഞാൻ വാക്ക് തന്നു പോയില്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ ആ വാക്ക് പാലിച്ചു. സോറി മീര, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പോട്ടെ, സാരമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതേക്കുറിച്ച് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അത് മറന്നേക്ക. ചുറ്റും ഒരു കണ്ണ് വേണം. നീ വാ. ഇതെന്താ നിങ്ങൾ ഇപ്പൊ വന്നത്? ഇന്നലെ വിചാരിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. ഇനിയും താമസിച്ചാൽ ശരിയാവില്ല. പകല് കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പോ? ഞാനും സൂരജ് ഈ സമയത്ത് ഇവിടെ ഉള്ളതല്ലേ? എല്ലാരും ഞങ്ങളെ സംശയിക്കില്ലേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാം. ഇന്നലെ രാത്രി വന്നപ്പോഴാ മനസ്സിലായത് പകല് കൊണ്ടുപോകുന്നതിനേക്കാൾ റിസ്ക് ആ രാത്രി കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെയാണോ? അതെ, രാത്രി പോലീസ് പട്രോളിംഗ് കൂടുതലാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോ 2-3 പ്രാവശ്യം ഞങ്ങളെ പോലീസുകാർ കൈ കാണിച്ച്. അപ്പോ രാത്രി കൊണ്ടുപോയിരുന്നത് നന്നായില്ലേ? അതെ, അതാ ഞാൻ നിന്നെ വിളിച്ചിട്ട് ഇന്ന് പകല് തന്നെ വരാന്ന് പറഞ്ഞു. അതൊക്കെ സമ്മതിച്ചു. ഇപ്പൊ ഇത് കൊണ്ടുപോകുമ്പോ ഞാൻ എന്തു മറുപടി എല്ലാരോടും പറയുന്നതും കൂടെ എനിക്ക് പറഞ്ഞതാ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ പ്രൊഫസറെ വെറുതെ വിടരുത് വിദ്യേ. അയാളെ വിദ്യയോട് സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അയാൾ എന്നെ എപ്പോ വിളിച്ചാലും വാട്സപ്പ് കോള് മാത്രമേ വിളിക്കൂ. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ അറിയില്ല. അനാവശ്യമായി ഒരു മെസ്സേജും അയാൾ അയക്കില്ല. എല്ലാം നേരിട്ട് പറയും, അല്ലെങ്കിൽ വാട്സപ്പ് കോളിൽ വിളിക്കും. ഒരു തെളിവും അയാൾക്കെതിരെ ഇല്ല. വലിയ ക്രിമിനൽ അയാള്. പക്ഷേ പേടിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും മുൻകരുതൽ എടുക്കുന്നത്. ഞാൻ പല രീതിയിൽ സംസാരിച്ച് നോക്കിയതാ, ഒന്നും അയാളിലേക്ക് കേൾക്കില്ല. എല്ലാത്തിനും അയാൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അയാള് പണ്ട് ഗവേഷണം നടത്തിയത് എങ്ങനെ പെൺകുട്ടികളെ തെളിവുകളില്ലാതെ ഉപദ്രവിക്കാമെന്നായിരുന്നു എന്നാ തോന്നുന്നത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നല്ലേ? അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും അയാൾക്ക് അനുഭവിക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉറപ്പായി ഈശ്വരനുണ്ടാക്കും. നമുക്ക് അയാളെ പൂട്ടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് അധികം നേരം സംസാരിക്കണ്ട. അമ്മ കേട്ടോണ്ട് വന്ന വലിയ വിഷയവും. ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞോ
എല്ലാ സത്യങ്ങളും പറയേണ്ടി വരും. നമുക്ക് പിന്നെ പുറത്തു വെച്ച് കാണാം. ടെൻഷനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കണേ. ഞാൻ മുത്തശ്ശിയെ കാണട്ടെ, എന്നിട്ട് ഞാനങ്ങ് പോവും. ഞാൻ വിളിക്കാം. ശരി. ഭഗവാനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഞാനിന്ന് ഇറങ്ങട്ടെ മുത്തശ്ശി. ആ ശരി മോളെ. ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞതാ, അമ്മ കേൾക്കുന്നില്ല. അങ്കിൾ ഇന്നലെ ഉറങ്ങാതിരുന്നല്ലേ? ഇന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ പൊയ്ക്കോളാം. മുത്തശ്ശി പോയിട്ട് പോ മോളെ. ചെല്ലേ. ആന്റി ഇറങ്ങട്ടെ. ശരി മോളെ. വാ. ഒന്ന് വേഗം. ആ ബീനാമേ, ഞാൻ എത്തി. ബീനാമേ, ബീനാമേ, എവിടെ പോയി? ബീനാമ ഇവിടെ ഇല്ലേ? റിപ്ലൈ ഒന്നും കേട്ടില്ലല്ലോ. ബീനാമേ, 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 ലോക്ക് ചെയ്തിരിക്കണോ? ബീനാമേ, അയ്യോ ബീനാമേ, ബീനാമേ, ഇതെന്താ പറ്റിയത്? എന്താ പറ്റി ബീനാമേ? മോളെ, എന്റെ കെട്ടഴിക്ക കയ്യില്. ദൈവമേ, ബീനാമേ എണീക്ക്. എന്താ ബീനാമേ, ഇവിടെ എന്താ ഉണ്ടായത്? അയ്യോ, എന്റെ മോളെ ഒന്നും പറയണ്ട. കുറെ ആൾക്കാർ ഇവിടെ കേറി വന്നിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ടു. പിന്നെ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് അറിയില്ല മോളെ. കള്ളന്മാര് നമ്മുടെ വീട് മുഴുവനും കൊള്ളയടിച്ചോണ്ട് പോയെന്നാ തോന്നുന്നത്. എന്റെ ഈശ്വര, നമ്മളിനി എന്ത് ചെയ്യും മോളെ? എന്നാലും പട്ടാപ്പകല് ഇങ്ങനെ ആരെങ്കിലും വീട് കയറി കൊള്ളയടിക്കുവോ? മോളെ, ഈ വീടും പരിസരവും ഒക്കെ നേരത്തെ നോക്കി വെച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ വന്നതായിരിക്കും. നമ്മളിനി എന്ത് ചെയ്യും മോളെ? ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാം, അത് കഴിഞ്ഞ് എന്താ വേണ്ടേന്ന് തീരുമാനിക്കാം. ബീനാമയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, പിടിച്ച് കെട്ടിയിട്ടതേ ഉള്ളൂ. ശരി.
ഹലോ ഹലോ ആശാനെ, മനു നിങ്ങളെവിടെയാ? ഞങ്ങള് പുറത്തൊരു സ്ഥലത്താ. എന്താ ആശാനെ? ഞാൻ റൂമിൽ വന്നിരുന്നു. അവിടെ നിങ്ങളാരെയും കാണാത്തത് കൊണ്ട് തിരിച്ചിറങ്ങിട്ട് വിളിച്ചതാ. ഞങ്ങൾ വരാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ നാളെ ഒരു പാർട്ടിയെ കാണുന്നുണ്ട്. പറ്റിയാൽ അഡ്വാൻസ് വാങ്ങിക്കാം. സംഭവം സെറ്റല്ലേ? പറയുന്ന ഡേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ? കൊടുക്കാന്നേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വിളിച്ചെന്നേ ഉള്ളൂ. ആശാൻ ഇങ്ങനെ പേടിക്കാതെ കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് വാ. സംഭവം നേരിട്ട് കാണാം. അതുപോലെ അപ്പൊ നിങ്ങളത് എടുത്തോ? അതൊക്കെ എപ്പോഴേ എടുത്തു. അടിപൊളി. അപ്പൊ റൂമിലെത്തിയിട്ട് വിളിക്കുക, ഞാൻ വരാം. ശരി, ഓക്കെ. നീ എന്തിനാ എപ്പോഴും അവനോട് പറഞ്ഞത്? പറയണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ബസ് സ്റ്റാൻഡ് അവിടെ നിർത്തിക്കോ. ശരി, നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത്? കോയമ്പത്തൂർക്ക്. എന്നാ പിന്നെ ഇപ്പൊ ട്രെയിൻ ഉണ്ടല്ലോ, അതല്ലേ എളുപ്പം. അതെ, ഞങ്ങൾക്ക് കാറുണ്ട്. ഇടയ്ക്ക് ഒന്നും അടുത്ത് ഇറങ്ങാനും ഉണ്ട്. ഞങ്ങൾ കാറിൽ അങ്ങ് പോയിക്കോളാം. അത് ശരിയാണല്ലോ. ആ, വണ്ടി വിട്. അച്ഛാ, എന്താ എന്താ ബീന, എന്താ സംഭവിച്ചത്? നമ്മുടെ വീട്ടിലെ കള്ളന്മാര് കയറി ഹരിയേട്ടാ. അവരെന്നെ കെട്ടിയിട്ടു. ഞാൻ വരുമ്പോ ബീനാമയെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടത്. അവരെന്തെങ്കിലും കൊണ്ടുപോയോ നോക്കിയോ? മുറിയിൽ അലമാര തുറന്നിട്ടില്ല. ആഭരണങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. ഞാനിതിപ്പോ നോക്കി. ആഭരണങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ തന്നെ എന്തിനാ അവര് കെട്ടിയിട്ടത്? അറിയില്ല ഹരിയേട്ടാ. അവര് അന്യഭാഷക്കാരാണോ അതോ മലയാളികളാണോ? അതും അറിയില്ല. അവരൊന്നും സംസാരിച്ചില്ല. എല്ലാവരും മുഖം മൂടിയിട്ടിരുന്നു. അതുകൊണ്ട് ആരും തിരിച്ചറിയാൻ പറ്റിയില്ല. 4-5 പേരെ ഞാൻ കണ്ടു. എല്ലാവർക്കും 6 അടി പൊക്കോ നല്ല വണ്ണം ഉണ്ടായിരുന്നു. മീരയുടെ മുറിയിൽ നിന്ന് എന്തെങ്കിലും പോയോ? അവിടെ അലമാരിൽ ആഭരണങ്ങൾ ഉള്ളതല്ലേ? ഞാനത് നോക്കിയില്ല അച്ഛാ. നോക്കാം. ഇനി താമളെ ഇതിലെല്ലാം ഉണ്ടല്ലോ. ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല അച്ഛാ. ബീനയെ കെട്ടിയിട്ടിട്ട് 4-5 കള്ളന്മാര് വീട്ടിൽ കയറിയിട്ട് അവരൊന്നും എടുക്കാതെ പോവോ? സൂരജ് എവിടെ? അവൻ രാവിലെ പോയതാ. അത് കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചതുമില്ല. ഇനി രാത്രിയിലേ വരൂ. അതാണല്ലോ പതിവ്. ബീന സൂരജിനെ വിളിച്ചിരുന്നോ? ഇല്ല, എന്നെ കെട്ടിയിട്ടിരിക്കായിരുന്നില്ലേ. ഇനിയും സൂരജ് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചിട്ട് ആരെങ്കിലും അത് തിരിച്ചെടുക്കാനോ മറ്റോ വന്നായിരിക്കോ? അല്ല, ബീന പറയുന്നത് കേട്ടിട്ട് ഏതോ വലിയ പ്രൊഫഷണൽ ടീം വന്നതുപോലെ ഉണ്ട്. സാധാരണ കള്ളന്മാരാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയേനെ. ഞാൻ സൂരജിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ ഭഗവാന്റെ വിഗ്രഹം കാണാനില്ല. അപ്പോ കള്ളന്മാര് വിഗ്രഹം കൊണ്ടുപോകാൻ വന്നായിരുന്നോ? മോളെ മോളെ പിടിക്ക്. എന്റെ കൃഷ്ണ, ഇനി എന്ത് ചെയ്യുമേ? എനിക്കൊന്നും അറിയില്ല. കേട്ടിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു. അമ്മ വിഷമിക്കാതെ.
വിഗ്രഹം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷമല്ലേ? ഇനിയും അങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്നാ? ബീന ആ വീട്ടിൽ ഉണ്ടായിരുന്നതല്ലേ? ബീനെ കെട്ടിയിട്ട് ആ വിഗ്രഹം കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത്രയും വില കൂടിയ വിഗ്രഹം ആ വീട്ടിൽ സൂക്ഷിച്ചതേ വലിയ മണ്ടത്തരായിപ്പോയി. ഭഗവാന്റെ വിഗ്രഹം ആർക്കും അങ്ങനെ നിസ്സാരമായിട്ട് കൈക്കലാക്കാൻ പറ്റില്ല. അത് മോഷ്ടിച്ചത് ആരായാലും അവര് ചെയ്ത തെറ്റിന്റെ ആഴം ആ ശക്തി തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും.